താങ്ക് യു. ഹലോ മലയാളീസ്, യൂട്യൂബ് ഇടാനുള്ള അടുത്ത വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ക്രേവിങ് എനിക്കുണ്ടായത്. ഈ ക്രേവിങ് എന്തിനാണെന്നറിയാം, ഒരു ലാവ കേക്ക് കഴിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോ ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ വേണ്ടിയിട്ടുള്ള ഒരു എപ്പിസോഡ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് എനിക്ക് അടുത്തൊരു ക്രേവിങ് വന്നത്. അപ്പൊ ആ ക്രേവിങ്ങിന്റെ വീഡിയോ പെട്ടെന്ന് എൻ്റെ അടുത്ത് ഞാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ വീട്ടിൽ ചോദിക്കും അവർക്കും കൂടെ വേണോ എന്നുള്ളത്. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമുള്ള ഒരാളല്ല. പക്ഷെ രാത്രി ഓവർ ക്രേവിങ് എനിക്കാണ് കൂടുതലുള്ളത്. പിന്നെ ഞാൻ എന്ത് കിട്ടിയാലും കഴിക്കും, അത് വേറൊരു കാര്യം. പിന്നെ പിന്നെ ഞാൻ അവരോട് ചോദിക്കുമ്പോൾ രാത്രികളിൽ ഭയങ്കര കുറച്ച് നല്ല രാത്രിയായാൽ അവർ വേണ്ടാന്ന് പറയും. ഞാൻ അവർക്ക് അറിയാന്നുള്ള ഇഷ്ടമുള്ളതും കൂടെ അങ്ങ് കൂട്ടത്തിൽ ഓർഡർ ചെയ്ത് അങ്ങ് വെക്കും, സൈഡിൽ അങ്ങ് വെക്കും. രാവിലെ ആയാലും അവർ അങ്ങ് കഴിച്ചോട്ടെ എന്ന് വിചാരിക്കും. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ അങ്ങ് ഓർഡർ ചെയ്യും. അപ്പൊ എനിക്കറിയാം എനിക്കിഷ്ടപ്പെട്ടത് കെ ഹട്ടില് നിന്ന് വാങ്ങുന്ന ചില ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ഡോണ്ട് നോ ഹൗ ടു സേ. വാങ്ങി പിന്നെ അല്ലാണ്ട് ഞാൻ വാങ്ങിയത് ശരിക്കും പറഞ്ഞാല് ഇന്ന് കെ ഹട്ടിൽ നോക്കിയ സമയത്ത് അവിടെ ഈ പറയുന്ന ലാവ കേക്ക് ഒരു കേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും തന്നെ ഐ തിങ്ക് ലാവ കേക്ക് പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ ആ പേര് റോങ് ആണെങ്കിൽ സോറി, വി ആർ ഹ്യൂമൻസ് റൈറ്റ്, മനുഷ്യരാണ്, തെറ്റുപറ്റും. സോ ഇതിങ്ങനെയാണ് ഇരിക്കുന്ന ലാവ കേക്ക്. സോ അപ്പൊ ഞാൻ 2 എണ്ണം അങ്ങ് ഓർഡർ ചെയ്തിരിക്കും. എനിക്ക് വേറെ ഒന്നുമില്ല, എല്ലാ സാധനങ്ങളും തീർന്നു. രണ്ടെണ്ണം ഞാൻ ഓർഡർ ചെയ്തു, വേറെ ഒന്നുമില്ല, എല്ലാം തീർന്നു. അപ്പൊ പിന്നെ ഉള്ളതെല്ലാം 850 950 ഒക്കെ കേക്കുകളാണ്, വലിയ കേക്കുകളാണ്. അപ്പൊ എനിക്ക് അത്രയ്ക്കൊന്നും പോണ്ട. അപ്പൊ ഞാൻ പൈസയില്ല. അപ്പൊ ഉള്ളതിൽ എന്ത് മേടിക്കാം എന്ന് നോക്കിയപ്പോഴാണ് ഇത് എന്റെ കണ്ണിൽപ്പെട്ടത്. അപ്പൊ ഞാനത് മേടിച്ചു. അപ്പോ ശരിക്കും പറഞ്ഞാല് എല്ലാ പ്രാവശ്യവും ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നില്ല. ചുമ്മാ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് എനിക്ക് വിശപ്പിന്റെ വിളി വരുന്നത്, അല്ലെങ്കിൽ ക്രേവിങ്ങിന്റെ വിളി വരുന്നത്. ആ സമയത്തൊന്നും ഞാൻ ഈ പറയുന്നത് പോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എങ്ങനെയൊന്നും ഇരുന്നിട്ടല്ല ആക്ച്വലി ഓർഡർ ചെയ്യാറ്. സോ ഇപ്പൊ ഞാൻ വീഡിയോയും കൂടെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് എല്ലാ കാര്യവും ഞാൻ തന്നെ ഓപ്പൺ ആയിട്ട് പറയുന്നു, എനിക്ക് എല്ലാ കാര്യവും നല്ല ഭയങ്കര ഒരു നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ആയിപ്പോയി, എനിക്കിഷ്ടമാണ്, അത്രേ ഉള്ളൂ. എനിക്കെല്ലാം ഒരു 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 നീറ്റ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് അതുകൊണ്ടല്ലേ ഞാൻ ഈ ഇൻഡസ്ട്രി തന്നെ ആഗ്രഹിച്ചു. ചില സമയത്ത് ഇതുപോലുള്ള ഒരു ലേസി പേഴ്സൺ വേറെ ഉണ്ടാവില്ല. ആ വീഡിയോ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഇറ്റ്സ് ഓൾ അബൌട്ട് കംഫർട്ട്, റൈറ്റ്? നമ്മളൊരു ഒരു ഒരു പ്ലാറ്റ്ഫോമായിട്ട് കംഫർട്ട് ആവുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇതിലും ഫ്ലെക്സിബിൾ ആയിട്ട് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പരിമിതികൾ മറക്കാതെ തന്നെ. എല്ലാവർക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മളെ പറ്റി പറയുന്നു, എനിക്കുണ്ട് ലിമിറ്റേഷൻസ്. അറ്റ് ദി എൻഡ് എനിക്ക് എന്റെ പ്രൈവസി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ എന്താണത് പറയുന്നതല്ലേ നല്ലത്, അല്ലാത്തൊരു കള്ളം പറഞ്ഞ് ആളുകളിലേക്ക് പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. അപ്പം സത്യമായിട്ടാണ് പറയാം. അപ്പൊ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാല് എനിക്ക് എങ്ങനെയൊക്കെ ലാപ്ടോപ്പില് സിനിമ ഇരുന്ന് കിടന്നുകൊണ്ട് കാണാം ഇരുന്നു കൊണ്ട് കാണാമെന്ന് ഞാൻ PhD എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനും ബെഡിന്റെ ഒരു സൈഡിലേക്ക് ലാപ്ടോപ്പ് വെച്ചിട്ട് കിടന്നങ്ങ് കാണും. ഇതും എണീറ്റ് വേണമെങ്കിൽ എണീറ്റിരുന്ന് കഴിക്കും. ഒരു ആരോ ഫോഴ്സ് ചെയ്തിട്ട് കഴിക്കുന്ന പോലെയാണ് ഞാൻ കഴിക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് എന്റെ കംഫർട്ടാണ്. ഞാൻ എന്നെ തന്നെ പല വിഷമങ്ങളിൽ നിന്നും ഹീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണത്. അങ്ങനെ ഭക്ഷണം കഴിച്ചു, കുറച്ചു നേരം ബൈബിളൊക്കെ വായിച്ചു, കുറച്ചു കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആവും ഞാൻ. അപ്പൊ എനിക്ക് കുറച്ച് സമാധാനം കിട്ടും. ഞാൻ എല്ലാ ദൈവങ്ങളും വിശ്വസിക്കുന്ന ഒരാളാണ്, എല്ലാത്തിനെയും റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ബൈബിൾ വായിച്ചപ്പോൾ എന്നിലെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് ആ പുസ്തകത്തിനെ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു. ബൈബിളിനോട് എനിക്ക് റെസ്പെക്ട് ഉണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ എൻ്റെ ഒരു കംഫർട്ട് സോണിലോട്ട്, ഇന്ന് എനിക്ക് ഇന്നലത്തെ പോലെ ഇരുന്ന് കഴിക്കാൻ തോന്നുന്നില്ല. അപ്പൊ ഞാനൊരു കംഫർട്ട് സോണിലോട്ട് പോയിട്ട് സിനിമ കണ്ടുകൊണ്ട്, എനിക്ക് കുറച്ചും കൂടി എഡിറ്റ് ചെയ്യാനുണ്ട്. ഞാനൊരു അരമണിക്കൂറേക്ക് കാണാറുള്ളൂ. എനിക്ക് ഒരു പടം ഫുള്ളായിട്ട് എനിക്ക് തോന്നണം എന്നാൽ ഞാൻ ഇരുന്ന് കാണും. അല്ലെങ്കിൽ ഞാൻ അരമണിക്കൂർ കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി എനിക്ക് അപ്പോഴ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തു തീർക്കണമെന്നൊരു ഒരു മെന്റാലിറ്റി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ വീണ്ടും പോയിരുന്നു കുറച്ചും കൂടി എഡിറ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും അത് മതി പറയും, കുറച്ച് റെസ്റ്റ് എടുക്കും. അങ്ങനെ നീ പണിയെടുക്കരുത് എന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ പോയിട്ട് എഡിറ്റ് സിനിമ കാണും. വീണ്ടും എനിക്ക് എന്നില്ല മറ്റേ ബാധകളാവും. ലൈക്ക് ഓക്കെ, ബാലൻസ് ഗൂഗിളിൽ ചെയ്തല്ലോ, ദിസ് ഈസ് നോട്ട് ഗുഡ്. ഒരു കാര്യം ചെയ്താൽ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയും, വീണ്ടും ഞാൻ പോകും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാം കംപ്ലീറ്റ് ഒറ്റ ഇരിപ്പിൽ ഇരുന്ന് ചില നേരത്തെ എഡിറ്റ് ചെയ്ത് തീർക്കാറുണ്ട് കേട്ടോ. എന്ത് കാര്യമായിരുന്നാലും നമ്മൾ അങ്ങനെ തന്നെയാണ്. എന്റെ ജീവിതത്തിൽ നമുക്കൊരു കാര്യം വേണമെന്ന് നമ്മൾ വിചാരിച്ചാൽ ഈ പറയുന്നത് പോലെ നമ്മൾ ഒരു സ്ഥലത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ മഴ പെയ്യാം, വെയിലടിക്കാം,
പൊടിയടിക്കാം, എന്ത് സിറ്റുവേഷൻ വന്നാൽ എന്ന് പറയുന്ന പോലെ റിയൽ ലൈഫിനെ വെച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഇൻസൾട്ടിങ് വേർഡ്സുകൾ കേൾക്കാം. നമ്മൾ ചിലപ്പം അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാം. പക്ഷെ അവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, നമ്മളെന്ന് പറയുന്നത് തെറ്റാണ്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അറ്റ് ദി എൻഡ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? എന്റെ പാരന്റ്സിന്റെ ഏജ് എനിക്കറിയാം. അപ്പം അതിനു മുന്നേ എനിക്ക് ജയിക്കണം, എനിക്ക് തോക്കണ്ട. അപ്പോ അവരെനിക്ക് ചെയ്തതിന്റെ പാതിയെങ്കിലും എനിക്ക് ചെയ്യണം, എനിക്ക് ജയിക്കണം എന്ന് എപ്പോഴും വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ജയങ്ങളെക്കാളും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ റിജക്ഷൻസ് നേരിട്ടിട്ട് ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്കറിയില്ല, അവിടെ എല്ലാം എനിക്കിപ്പം പരാജയം ഒരു ശീലമായി. കുഴപ്പമില്ല, ഗോ വിത്ത് ഫ്ലോ എന്നൊരു കാര്യം. ഇനി പരാജയത്തിനൊന്നും എന്നെ തോപ്പിക്കാൻ പറ്റൂല. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും കാര്യത്തിന് കിട്ടിയില്ലെങ്കിലും ഞാനിപ്പോ ആഗ്രഹിച്ചൊരു കാര്യമില്ല, ശരി ഓക്കെ എന്നൊരു നോർമൽ റിയാക്ഷൻ കൊടുക്കാൻ ഞാൻ പഠിച്ചു. ഇതിന് താങ്ക് യു എനിക്ക് പറയുന്നില്ല, ഞാൻ വിഷമിക്കുന്നുമില്ല ഞാൻ. കാരണം മുകളിലിരിക്കുന്നവൻ തീരുമാനിക്കുന്നത് ബെസ്റ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വിഷമം വരും, കരഞ്ഞിട്ട് അങ്ങ് തുടച്ചിട്ട് ഞാൻ മുന്നോട്ട് അങ്ങ് പോകും. അങ്ങനെയാണ് ഇതുവരെ. അപ്പൊ ഓക്കെ, ശരി, പറഞ്ഞു ഇത് കഴിക്കാൻ എനിക്ക് കൊതിയായിട്ട് വയ്യ. കാരണം ഇതാണ് എന്റെ ഹീലിംഗ് പ്രോസസ്സ്, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ. ഓക്കെ, ഇതാണ് നമ്മുടെ ലാവ കേക്ക് കേട്ടോ. ഇങ്ങനെയും എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ടും ഞാൻ ഓഫ് ചെയ്തിട്ട് ഇരുന്ന് കാണും. ഇതിനകത്തൊരു ചോക്ലേറ്റ് പുഡിങ്, പിന്നെ രണ്ടാമത് ഇത് കയ്യിലെടുത്തു വെച്ചങ്ങ് കാണണം, പിന്നെ കിടന്നുകൊണ്ട് ഇങ്ങനെ കാണും. ഇതാണ് എൻ്റെ ബില്ലോ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ അടുത്ത ക്രേവിങ്ങുമായിട്ട്.